ഹലോ, വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു കുത്തൊഴുക്ക് കാണുന്നില്ല. അതിന് കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. നെഗറ്റീവ് കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് മാറി. ഏത് കമന്റ് ബോക്സ് നോക്കിയാലും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ വന്നു തുടങ്ങി. നമുക്കറിയാം അത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തുകൊണ്ട് ഇവർ ഇത്രയും കോൺഫിഡൻസോടെ നിൽക്കുന്നു. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് അവരുടെ ആത്മവിശ്വാസം. തെറ്റു പറയാൻ പറ്റില്ല. കാരണം പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ കാശുണ്ട്, അതിനനുസരിച്ച് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന കുട്ടികൾ അവർ സാധാരണക്കാരാണ്. ഉള്ളിൽ പേടിയുണ്ടാവും, എല്ലാവർക്കും പേടിയുണ്ടാവും. ആ പേടി ഉള്ളത് കൊണ്ട് പലരും പുറത്തോട്ട് വരുന്നില്ല. ഒരു പരാതി കൊടുക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് അറിയാം, ഷഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു ഇത്ത ഈ ഒലിവിയ ഡിസൈൻസിൽ പോയിട്ട് അവരോടും, അതായത് ഈ അച്ചു സിബിൻ രണ്ടുപേരോടും പിന്നെ അവിടുത്തെ സ്റ്റാഫുകളോടും സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കുറേ അധികം ആൾക്കാർ അവിടെ ഇന്റർവ്യൂ എടുക്കാൻ പോയി. ഇപ്പോൾ ആദ്യം പോയത് അൽത്താഫ് ആയിരുന്നു. അൽത്താഫിന് ശേഷം മറ്റൊരു ചാനലിൽ പോയി. പിന്നെയാണ് ഷഫീന ബീവി അവർ പോകുന്നത്. അതിനുശേഷം പിന്നെ പോകുന്നവരെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടാണ് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒലിവിയയ്ക്ക് അനുകൂലമായിട്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഓരോ ദിവസം നമുക്ക് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം, ഇവിടെ കൊണ്ട് നിർത്താം, ഇനി അങ്ങോട്ട് ഈ ഒരു ടോപ്പിക്ക് വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിക്കുമ്പോഴും ഇവരെന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് വരും. നമ്മളെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കിട്ട് കൊട്ടാനൊക്കെ വരും. അങ്ങനെ വന്ന ഒരു വീഡിയോ കണ്ടതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഇനി ഇവരിങ്ങനെയൊക്കെ വരാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എതിരെ നിൽക്കാൻ ആരുമില്ല എന്ന ഒരു ചിന്തയാണ്. പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല ആരും. കുറച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവിടുന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ അവിടുന്ന് വിട്ടുപോയ സ്റ്റാഫുകളോ സംസാരിച്ചതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് എല്ലാവർക്കും അറിയാം. എല്ലാ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചത് ഒരു കണ്ടന്റ് ആണ്. വീഡിയോ ചെയ്യാനൊരു കണ്ടന്റ്, കുറച്ച് വ്യൂസ് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ബാധിക്കപ്പെട്ടവർ നീതി കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒറ്റ കാര്യം കംപ്ലൈന്റുമായിട്ട് പോകാന്നുള്ളതാണ്. ആ കംപ്ലൈന്റിന് കൂടുതൽ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഈ തെളിവുകളും കാര്യങ്ങളും ഈ ഓഡിയോ ക്ലിപ്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അതല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് ഇതൊരു കണ്ടന്റ് മാത്രം. ഒരാൾ പോലും ഒരു കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുമില്ല. അത് തന്നെയാണ് ഇവരുടെ കോൺഫിഡൻസ്, ഇവരുടെ ഓവർ കോൺഫിഡൻസ് എന്ന് ഞാൻ പറയും. ഇനി അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് അവരുടെ ബിസിനസ്സും ചെയ്ത് മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. അവരിങ്ങനെ ന്യായീകരിച്ച് മെഴുകില്ലായിരുന്നു. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു പട്ടി ഷോ, അങ്ങനെ തന്നെ പറയുന്ന ഒരു പട്ടി ഷോ, ആ പട്ടി ഷോ കണ്ടതിന്റെ പേരിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തുനിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയോടുകൂടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച കാര്യമായിരുന്നു. നമുക്ക് ആ പട്ടി ഷോ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു, അതിന് എന്താ പറയുക, ചിരിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കും. കുറച്ച് നേരമെങ്കിലും സ്ട്രെസ് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു റിലാക്സേഷൻ ആവും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഒപ്പം കുറച്ച് വെറുപ്പിക്കലുമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കഥയിൽ ആദ്യം നായകന്റെയും നായികയുടെയും എൻട്രിയാണ്. ഒരു അതിമനോഹരമായ എൻട്രിയാണ്. മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് മഞ്ഞ ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നൊക്കെ പാട്ടൊക്കെ പാടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, തോന്നുന്നില്ല. അപ്പോൾ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നായകന്റെയും എൻട്രിയാണ്. ആ നായകന്റെ ഒരു നോട്ടമൊക്കെ കാണണം. എൻ്റെ പൊന്നും, ഒരു രക്ഷയില്ല. ശരിക്കും ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ അച്ഛനെ മാത്രമാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഈ ഒരു കോൺട്രവേഴ്സ് ഉണ്ടായതിനു ശേഷം സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഇപ്പോഴാണ് രംഗത്ത് കാണുന്നത്. ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് ഖത്തറിൽ ഒരാളുണ്ട്, എന്താ സെയ്ദ് മുഹമ്മദോ ആ പേര് പറഞ്ഞ ഒരാളാണ്. ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കുറച്ച് കോപ്രായങ്ങളുണ്ട്. അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൾ സ്വയം പറയുന്നു ഞാനൊരു ബുദ്ധി രാക്ഷസനാണ്, ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് എന്റെ വലിപ്പം അറിയുന്നത് എന്നൊക്കെയാണ് ആൾ പറയുന്നത്. ആൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ആൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ, നമുക്ക് എന്തായാലും നായകന്റെയും എൻട്രി, ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ചിരിക്കാം. പറഞ്ഞു വെച്ചതുപോലെ രണ്ട് ഹാരങ്ങൾ അവരുടെ കഴുത്തിലേക്ക് വീഴുന്നു. ആ ഹാരങ്ങൾ ഇനി ഈ കുട്ടികൾ കാശ് കൊടുത്ത് മേടിച്ചതാണോ അതോ ഇവർ കാശ് കൊടുത്തിട്ട് അടുത്ത മാസത്തെ സാലറി നിന്ന് പിടിച്ച് മേടിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിവേ, രണ്ട് ഹാരങ്ങൾ അവരുടെ കഴുത്തിലേക്ക് വീണു. എന്നിട്ട് എഴുതി കൊടുത്തതുപോലെ ഇവർക്ക് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഇവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഒരു മെസ്സേജ് ഇടുന്നു. എല്ലാവർക്കും ആ മെസ്സേജ് മൊബൈലിലേക്ക് കിട്ടുന്നു. ചങ്കാണേ സാറും മാമും ചങ്കാണേ സാറും മാമും ചങ്കാണേ എഴുതി കൊടുത്ത കുറച്ച് വാചകങ്ങൾ. ഒരു മുദ്രാവാക്യം പോലും നേരാവണ്ണം വിളിക്കാൻ അറിയാത്ത പിള്ളേരായതുകൊണ്ടാണ് ഇവരിത് എഴുതി കൊടുക്കേണ്ടി വന്നത്, അല്ലേ? എല്ലാവർക്കും ഇത് ഒരേപോലെ പാസ് ചെയ്ത് അവരെ കൊണ്ട് വായിപ്പിക്കുന്ന ശ്രീനിവാസൻ ചേട്ടൻ്റെ സിനിമ ഉണ്ടല്ലോ, ഭരത് ഡോക്ടർ സരോജ് കുമാർ, മറ്റേ ഒരു മാസം ജീവിക്കാൻ എത്ര കോടി വേണ്ടി വരുമെന്നൊക്കെ അദ്ദേഹം പറയുന്ന ആ ഒരു സ്റ്റൈൽ, വേ ഓഫ് ടോക്കിങ്ങും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, ഇപ്പോൾ ഈ കുട്ടികളുടെ കുറച്ച് മുദ്രാവാക്യങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മുടെ പാർട്ടിക്കാർ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ പാർട്ടി ഏതൊന്നും പറയുന്നില്ല, പാർട്ടിക്കാർ 150 രൂപയും മറ്റേ കള്ളും മേടിച്ചു കൊടുത്ത് മുദ്രാവാക്യം വിളിക്കാൻ ആളെ വിളിക്കുന്ന പോലെയാണ് ഇവിടെ. ഇവർക്ക് എന്താ മേടിച്ചു കൊടുത്തത് എനിക്ക് അറിയത്തില്ല. അതോ ഇനി അടുത്ത മാസത്തെ സാലറിയുടെ കൂടെ ഒരു 500 രൂപ എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഈ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം മുദ്രാവാക്യ വിളി എന്താണെന്നുള്ളത്. ചങ്കാടേ ചങ്കാടേ സാറും
പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ആ വ്യക്തി അടുത്തേക്ക് വിളിക്കുന്നു. വന്നോ, അന്ന് വീഡിയോ ക്യാമറ എൻ്റെ നേരെ പോസ് ചെയ്യൂ. ഇനി അങ്ങോട്ട് നമ്മുടെ സിബിച്ചായന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്, നമുക്കത് കേട്ട് നോക്കാം. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ബിസിനസ് കൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല, സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ നാട്ടുകാരെ കൂട്ടുപിടിക്കുന്ന ഒരു തന്ത്രമാണത്. കാരണം എന്റെ നാട്ടുകാരില്ല, സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ ഈ നാട്ടുകാരും ഇതുതന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ അവിടെയുള്ള ആളുകളിൽ പലരും ചിലപ്പോൾ ഒരു പക്ഷേ അതിനകത്ത് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നാട്ടുകാരെ കൂട്ടുപിടിക്കുകയാണ്. നാട്ടുകാരില്ല, പക്ഷെ സമൂഹം, ഈ സമൂഹത്തിൽ പെടുന്നതല്ലേ ഈ അടൂർ എന്ന് പറയുന്ന നാട്? അതോ അടൂർ എന്ന് പറയുന്നത് മറ്റേ അന്യഗ്രഹത്തിൽ നിന്ന് പൊട്ടി അവിടെ നിന്ന് ഇളക്കി വിട്ട ഒരു പീസാണ്? അല്ലല്ലോ അല്ലേ. വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്തിരുന്ന ഞാൻ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞാൻ, എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ കയറി മാന്തും. ഇതൊക്കെയാണ് അളിയന്റെ ഡയലോഗ്. നമുക്ക് നോക്കാം. അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ. ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ്. 5 പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് 500ഉം 5000ഉം ആക്കാൻ എനിക്ക് കഴിവുണ്ട്. അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തോണ്ട് തെക്കോട്ടും വടക്കോട്ടും നടക്കുകയല്ല. അത് പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെ കളിയാക്കിക്കൊണ്ടാണ്. മൊബൈലും എടുത്ത് തെക്കോട്ടും വടക്കോട്ടും നടക്കുകയല്ല. അപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകൾ നിങ്ങളുടെ വൈഫ് വന്നിട്ട് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ, ഈ കുർത്തിയുടെ ഒക്കെ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴേ ഇതേ മൊബൈൽ എടുത്തോണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വീഡിയോ അല്ലേ? അതോ അത് എന്റെ പേര് വേറെ എന്തെങ്കിലും ആണോ? മൊബൈൽ തന്നെയല്ലേ? ആ മൊബൈൽ വെച്ച് തന്നെയല്ലേ നിങ്ങളും കച്ചവടം നടത്തുന്നത് അല്ലേ? അത് അല്ലാണ്ട് ഇങ്ങനെ ഈ കസ്റ്റമേഴ്സ് എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് നേരിട്ട് അയ്യോ അച്ചു വീഡിയോ ഇട്ടു ഞങ്ങൾ അങ്ങ് മറ്റേ ഒഴുകി വരികയാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്? ഒന്നും അല്ലല്ലോ. ഇതേ ഫോൺ വെച്ച് തന്നെയാണ് നിങ്ങളും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഇനി യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് അത് അവരുടെ പ്രൊഫഷനാണ്. നിങ്ങൾ എങ്ങനെയാണോ ബിസിനസ് ചെയ്യുന്നത് അതുപോലെ അവരുടെയും പ്രൊഫഷനാണ്. എവിടെ എന്ത് കാണുന്നു അതെടുത്ത് പുറത്ത് പറയാനുള്ള കോണ്ടന്റ് ആക്കി മാറ്റുക എന്നുള്ളത് അവരുടെ പ്രൊഫഷനാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൊബൈൽ അങ്ങ് ബഹിഷ്കരിച്ചിട്ട് ഞാൻ ഇനി മൊബൈൽ ഉപയോഗിക്കില്ല, എന്റെ സ്റ്റാഫുകൾ മൊബൈൽ ഉപയോഗിക്കില്ല എന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ചങ്കൂറ്റം സാധനം ഇല്ല. കാരണം 1-2 കാര്യം ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി നോക്കാം. എനിക്ക് എൻ്റെ കഴിവ് ഇരിക്കുന്ന ആനയ്ക്ക് ആനയുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ കല്ലെറിഞ്ഞാലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഉത്തമ ബോധ്യം. അപ്പോഴേ ഈ പറയുന്ന കുറേ അധികം ഓഡിയോസ്, ഈ സിബിച്ചായന്റെയും അച്ചു ചേച്ചിയുടെയും ഓഡിയോസ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ നാട്ടുകാരിലേക്ക് ഷെയർ ചെയ്തിട്ട് അത് നാട് മുഴുവൻ കേട്ടിട്ട് പിന്നെയും പറയുവാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നാവിൽ വരുന്ന വാക്ക് ഫൈൻ എന്ന വാക്ക് മാത്രമേ ഇയാളുടെ നാവിൽ വരത്തുള്ളൂ. ഫൈൻ 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 അത് മാത്രമേ നാവിൽ വരുള്ളൂ. അത് 10,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 5000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 500 ആയിക്കോട്ടെ, അതിന്റെ എമൗണ്ടിൽ മാത്രം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതല്ലാണ്ട് ആ വാക്ക് മാറുന്നില്ല. ഫൈൻ 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 ഈ വാക്ക് മാത്രമാണ് അയാളുടെ നാവിൽ വരുന്നത്. എന്നിട്ടും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ, ഈ പറയുന്ന ആൾക്കാരാണ് തെറ്റ് ചെയ്തത്, ഞങ്ങൾ പെർഫെക്റ്റ്, ഞങ്ങളെ കഴിഞ്ഞ് വേറെ ആരുമില്ല. ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ചാരിറ്റിയാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഔദാര്യമാണ് നിങ്ങൾക്ക് ഈ തൊഴിൽ അല്ലെങ്കിൽ ഈ ജോലി. ചാരിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം കാശ് എവിടെ ഉണ്ടായത്? ഇത്രയധികം കാർ മേടിക്കാനും ഇത്രയും വലിയൊരു വീടുണ്ടാക്കാനും ഒക്കെ ഉള്ള കാശ് എവിടെ വന്നത്? നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ്, നിങ്ങൾക്ക് ലാഭം വേണമെന്നല്ലേ പറയുന്നത്. ലാഭമില്ലാത്ത ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് എവിടെ ഇത്രയധികം ഫണ്ട് വരുന്നത്? അപ്പോൾ നിങ്ങൾ കാണിക്കുന്നതിനകത്ത് എന്തൊക്കെയോ തിരിമറികൾ ഉടായ്പകൾ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കമ്മീഷൻ, ഇപ്പോൾ 25,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഫൈൻ പിടിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് ത്രൂ അക്കൗണ്ടാണ്, ചെക്കിലൂടെയോ അല്ലെങ്കിൽ ട്രാൻസാക്ഷനോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കുട്ടികൾ പോയിട്ട് ക്യാഷ് എടുത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ 5,000 രൂപ 6,000 രൂപ നിങ്ങൾക്ക് എത്രയാണോ ഫൈൻ നിങ്ങൾ ഈടാക്കുന്നത് ആ എമൗണ്ട് ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. ഇത് ഒരുതരം വെളുപ്പിക്കലല്ലേ? ക്യാഷ് വെളുപ്പിക്കൽ തന്നെയല്ലേ ഈ നടക്കുന്നത്? നിങ്ങളുടെ ഷോപ്പിൽ ചിലപ്പോൾ നിങ്ങൾ അടയ്ക്കുന്നുണ്ടാവും, പക്ഷേ ഈ ഓൺലൈൻ കച്ചവടത്തിന്റെ ടാക്സ് നിങ്ങൾ അടയ്ക്കുന്നുണ്ടോ? സംശയിക്കേണ്ട കാര്യമാണ്. അത് അന്വേഷിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ കാശിന്റെ സ്വാധീനം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അന്വേഷണങ്ങളൊക്കെ മരവിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ സത്യത്തിന്റെ മുഖം ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. കുറച്ച് കാലമൊക്കെ രക്ഷപ്പെട്ടൊക്കെ പോകാൻ പറ്റുമായിരിക്കും. ഒരു നാൾ പിടി വീണിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്, യാതൊരു സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെയാണ്, ഞാൻ ഇതിനകത്ത് വീഡിയോ ഫുള്ളൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിബിച്ചായൻ പറയുന്നത്. പിന്നെ ഈ കുട്ടികൾ തന്നെ കുറേ അധികം മുദ്രാവാക്യങ്ങൾ വിളിച്ച് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ, അതിപ്പം അച്ചു മാമിന്റെ തലയിൽ ഉദിച്ചതാണോ? ചാൻസ് ഇല്ല, വളരെ കുറവാണ്. കാരണം സിബിച്ചായൻ എന്ത് പറയുന്നു അതേ അച്ചു മാഡം പറയത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത്. എനിവേ ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്യില്ല എന്നാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി അതല്ല മറ്റു എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് ചൊറിച്ചിലുണ്ടാവുമെങ്കിൽ, കാരണം ഇവിടെ ഇവർ യൂട്യൂബേഴ്സിനൊക്കെ ചൊറിഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചൊറിഞ്ഞിട്ടുണ്ട്, അവരാണ് ഇവരെ ഇത്രയധികം എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തത്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പോസിറ്റീവായിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല, പക്ക നെഗറ്റീവ് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ PR, നിങ്ങൾ കാശ് കൊടുക്കുന്ന ആൾക്കാർ അവർ ചിലപ്പം പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടി കുറേ അധികം പോസിറ്റീവ് കമന്റ്സ് ഇടുമായിരിക്കും. ഇപ്പോൾ സംഭവിക്കുന്ന അങ്ങനെയൊക്കെയാണ്. പലരുടെയും ചാനലിന്റെ താഴെ പോയിട്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തികളെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് നടക്കുന്നത്. അത് നിങ്ങളല്ല, നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലുള്ള ആൾക്കാർ. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ ഉണ്ടായിരുന്ന നെഗറ്റീവുകൾ മാറ്റിക്കൊണ്ട് ഒലിവിയ ഡിസൈൻസ് എല്ലാം പോസിറ്റീവ് ആക്കിക്കൊണ്ട് വീണ്ടും തുറന്നിരിക്കുകയാണ്. വീണ്ടും തുറന്നിരിക്കുകയാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് അടച്ചിട്ടില്ല, പൂട്ടിയിട്ടില്ല, വീഡിയോസ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ഥാപനം അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് അവർ ഒരിക്കലും നിർത്തിയിട്ടില്ല. എല്ലാം നമുക്ക് അറിയാമല്ലോ, എല്ലാം ഓരോ ഗിമിക്കുകളാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടം കൊണ്ട് നിർത്തുകയാണ്.
നിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയട്ടെ. എല്ലാം നല്ലതായിട്ട് പോട്ടെ. കാരണം ഈ ബാധിക്കപ്പെട്ട കുട്ടികൾ മുന്നോട്ട് വരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഷഫീനത്ത അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം മോനെ ഇതാണ് കാര്യം. അപ്പം അങ്ങനെ പേടിച്ചിരുന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കൂട്ടം ആൾക്കാരാണുള്ളത്, കുറച്ച് ചെറിയൊരു കൂട്ടമല്ല, ഒരു വലിയ കൂട്ടം ആൾക്കാരാണ് ഉള്ളത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ആ റിസൾട്ട് ഒരിക്കലും ഒലിവിയെ പൂട്ടണമെന്നൊന്നും ഞാൻ പറയില്ല. തെറ്റ് പറ്റിയെങ്കിൽ ആ പറ്റിയ തെറ്റ് തിരുത്തിക്കൊണ്ട് ബാധിക്കപ്പെട്ട കുട്ടികൾക്ക് നീതി കിട്ടുന്ന രീതിയിൽ അത് മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വരുന്നവർക്കും ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒലിവിയെ പൂട്ടിപ്പോണം, അച്ചുവും സിബിനും കുത്തുപാള എടുക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ന്യായം, നീതി ഇത് നടപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ മുന്നോട്ട് വരണം. അത് അവരുടെ പേടി അവരെ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഓരോ വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ആ വീഡിയോ 10, 200 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 2000 ആൾക്കാർ കാണുമായിരിക്കും. നമ്മുടെയൊക്കെ ചെറിയ ചാനലാണ്. ഈ അച്ചു മാഡം പറഞ്ഞ പോലെ ഇപ്പോൾ വലിയ ബൂമിങ് ഉണ്ടാക്കിയത് ഒലിവിയ ഡിസൈൻസ് കാരണമാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ചെറിയ ചാനലാണ്. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് സംസാരിക്കുന്നു, അത്രമാത്രം. അതെൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തുനിന്ന് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട്, ഇതാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.